പണ്ടുകാലത്ത് നമ്മുടെ മുത്തശ്ശിമാർക്ക് സന്ധിവേദന വന്നാലോ, ശരീരം ആകെ തളർന്നുപോയാലോ, അവർ ആദ്യം ഓടിപ്പോയത് ഫാർമസിയിലേക്കല്ല, നേരെ വീട്ടുപറമ്പിലേക്കായിരുന്നു. അവിടെ നിന്നാണ് അവരൊരു ചെറിയ അത്ഭുത ചെടി പറിച്ചെടുത്തിരുന്നത്. അതാണ് നമ്മുടെ സ്വന്തം കുറുന്തോട്ടി. ആയുർവേദത്തിൽ ബല എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സസ്യത്തിന് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം ലഭിച്ചിട്ടുള്ളത്? ഏതൊക്കെ രോഗാവസ്ഥകളിലാണ് ഇത് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നത്? നമുക്കൊന്ന് വിശദമായി നോക്കാം. ആദ്യമൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ സാധാരണ കുറുന്തോട്ടി എന്ന് പറയുമ്പോൾ ഒരു ചെടിയെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആയുർവേദത്തിൽ കുറുന്തോട്ടിയുമായി ബന്ധപ്പെട്ട് 4 പ്രധാന സസ്യങ്ങളെ പരാമർശിക്കുന്നുണ്ട്. ബല, അതിബല, നാഗബല, മഹാബല എന്നിങ്ങനെ അറിയപ്പെടുന്ന ഈ 4 സസ്യങ്ങളെയാണ് ആചാര്യന്മാർ ബലാചതുഷ്ടയം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവയ്ക്കെല്ലാം ഏതാനും സാമാന്യമായ ഔഷധഗുണങ്ങളുണ്ടെങ്കിലും ആയുർവേദ ഗ്രന്ഥങ്ങളിലും ആധുനിക ഗവേഷണങ്ങളിലും ബല എന്ന പേരിൽ പൊതുവെ അംഗീകരിക്കപ്പെടുന്നത് സിഡ കോർഡിഫോലിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന സസ്യമാണ്. കേരളത്തിൽ ഇത് വെള്ളൂരം എന്നും അറിയപ്പെടുന്നു. ഇന്നുവരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുറുന്തോട്ടിയെക്കുറിച്ച് നടന്നിട്ടുള്ള ഭൂരിഭാഗം ശാസ്ത്രീയ പഠനങ്ങളും ഫാർമക്കോളജി ഗവേഷണങ്ങളും ഈ സിഡ കോർഡിഫോലിയ എന്ന ഇനത്തെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടുതന്നെ കുറുന്തോട്ടിയുടെ ഔഷധഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സാധാരണയായി ഈ ഇനത്തെയാണ് പ്രധാനമായി പരാമർശിക്കുന്നത്. അപ്പോൾ ആയുർവേദം ബല എന്ന് വിശേഷിപ്പിച്ച ഈ ഔഷധസസ്യത്തെ ഏതൊക്കെ രോഗങ്ങൾക്കാണ് ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം, വാതസംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് ആയുർവേദത്തിൽ ഇതിലും മികച്ചൊരു ഔഷധം വേറെയില്ലെന്ന് പറയാം. നമ്മളെ അലട്ടുന്ന കടുത്ത നടുവേദന, സന്ധിവേദന, കൈകാൽ മരവിപ്പ്, വിറയൽ എന്നിവയ്ക്കും പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് വന്നവർക്ക് നൽകുന്ന പാരമ്പര്യ ആയുർവേദ ചികിത്സകളിലെയും ക്ഷീരബല പോലുള്ള വിഖ്യാതമായ തൈലങ്ങളുടെ പ്രധാന ചേരുവ ഈ കുറുന്തോട്ടിയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നമാണ് യൂറിക് ആസിഡ് അഥവാ ഗൗട്ട്. സന്ധികളിൽ കടുത്ത വേദനയും നീർക്കെട്ടും പുകച്ചിലുമുണ്ടാക്കുന്ന ഇത്തരം അവസ്ഥകളിൽ കുറുന്തോട്ടി വേരരച്ച് പുറമേ പുരട്ടുന്ന നാട്ടുവൈദ്യ പ്രയോഗങ്ങൾ ചില പ്രദേശങ്ങളിൽ കാണാം. അതുപോലെ കുറുന്തോട്ടി വേരും ചിറ്റമൃതും പ്രധാന ചേരുവകളായി വരുന്ന ബലാഗുളൂച്ചാദി തൈലം പോലുള്ള ഔഷധ തൈലങ്ങളും ആയുർവേദത്തിൽ ഉപയോഗിച്ചുവരുന്നു. സന്ധികളിലെ വേദനയും നീർക്കെട്ടും കുറയ്ക്കാനും ചലനസൗകര്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഔഷധയോഗങ്ങളിൽ ഒന്നായാണ് ഈ തൈലത്തെ കണക്കാക്കുന്നത്. അടുത്തത് മൂത്രസംബന്ധമായ പ്രശ്നങ്ങളാണ്. മൂത്രമൊഴിക്കുമ്പോൾ നീറ്റലും അസ്വസ്ഥതയും അനുഭവപ്പെടുക, മൂത്രം പോകാൻ ബുദ്ധിമുട്ട് തോന്നുക, മൂത്രവാഹിനികളിൽ ചൂട് അനുഭവപ്പെടുക തുടങ്ങിയ അവസ്ഥകളിൽ കുറുന്തോട്ടി പരമ്പരാഗതമായി ഉപയോഗിച്ചുവരുന്നു. നാട്ടുവൈദ്യ പ്രയോഗങ്ങളിൽ കുറുന്തോട്ടി വേരിന്റെ നീര് ഇളനീരിൽ ചേർത്ത് ഉപയോഗിക്കുന്ന രീതിയും കാണാം. ശരീരത്തിലെ അമിത ചൂട് കുറയ്ക്കാനും മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം നൽകാനും ഇത് സഹായിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുപോലെ തന്നെ വേനൽക്കാലത്ത് ശരീരം അമിതമായി ചൂടായി മൂക്കിൽ നിന്നോ മറ്റോ ചോര വരുന്ന രക്തപിത്തം എന്ന അവസ്ഥയുള്ളവർക്ക് ഇതിന്റെ തണുത്ത സ്വഭാവം വലിയൊരാശ്വാസമാണ്. ഉള്ളിലെ ചൂട് കുറയ്ക്കാൻ ഇത് സഹായിക്കും. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഇതിനെ ഒരു മികച്ച വൃഷ്യ ഔഷധം കൂടിയായാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് ശരീരത്തിന് ജീവൽ ശക്തിയും സ്റ്റാമിനയും ലൈംഗിക ശേഷിയും പ്രദാനം ചെയ്യാൻ ഇതിന്റെ വേരിന് പ്രത്യേക കഴിവുണ്ട്. ഇത് നാഡികൾക്ക് നല്ല ഉണർവ് നൽകാൻ സഹായിക്കും. കുറുന്തോട്ടിയുടെ മറ്റൊരു പ്രധാന ഗുണമാണ് ഗ്രാഹി എന്ന സ്വഭാവം, അതായത് ശരീരത്തിലെ അമിതസ്രാവങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്. അതുകൊണ്ടുതന്നെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ അതിസാരം അഥവാ വയറിളക്കം പോലുള്ള അവസ്ഥകളിൽ കുറുന്തോട്ടിയെ പ്രധാനമായി പരാമർശിക്കുന്നുണ്ട്. അതുപോലെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ കുറുന്തോട്ടിയെ ക്ഷതക്ഷയഹര എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത് മുറിവുകൾ, ആന്തരിക ക്ഷതങ്ങൾ, പരിക്കുകൾ മൂലമുണ്ടാകുന്ന ദൗർബല്യം തുടങ്ങിയ അവസ്ഥകളിൽ സഹായകമായ ഔഷധമായാണ് ഇതിനെ കണക്കാക്കുന്നത്. പണ്ടുകാലത്ത് വീണ് ചതവു പറ്റിയാലോ പേശികൾക്കും സന്ധികൾക്കും പരിക്കേറ്റാലോ കുറുന്തോട്ടി വിവിധ രൂപങ്ങളിൽ ഉപയോഗിച്ചിരുന്നുവെന്ന് പരമ്പരാഗത ആയുർവേദ പ്രയോഗങ്ങളിൽ കാണാം. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന വിഖ്യാതമായ ച്യവനപ്രാശത്തിലും
ഉറക്കമില്ലായ്മ മാറ്റുന്ന മാനസമിത്ര വടകത്തിലുമൊക്കെ ഈ കുറുന്തോട്ടി ഒരു പ്രധാന ചേരുവയാണ്. സത്യത്തിൽ ഇതിന്റെ ഗുണങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. നമ്മുടെ പൂർവികർ വിവിധ രോഗങ്ങൾക്കും ആരോഗ്യപ്രശ്നങ്ങൾക്കും ഇതിനെ ഏതൊക്കെ രീതിയിൽ ഔഷധമായി ഉപയോഗിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ലേഖനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഓരോ ഔഷധപ്രയോഗങ്ങളും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതികളും അതിൽ നിങ്ങൾക്ക് വായിക്കാം. ആ ബ്ലോഗിന്റെ ലിങ്ക് താഴെ ആദ്യ കമന്റിൽ നൽകിയിട്ടുണ്ട്. ലിങ്ക് കിട്ടാത്തവർ ഒട്ടും വിഷമിക്കേണ്ട. ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ നേരിട്ട് വന്ന് നിങ്ങളുടെ ഇൻബോക്സിൽ ലിങ്ക് തന്നേക്കാം.